അമലുവിൻ്റെ കയ്യെ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പാട് നന്നായിട്ട് തന്നെ തെളിഞ്ഞ് കാണാൻ പറ്റും. അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായ ഒരു ഡോക്ടറെ അടുക്കൽ ചോദിച്ചപ്പം പുള്ളി 1-2 മരുന്നിൻ്റെ പേര് പറഞ്ഞു തന്നു. എന്നാൽ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി രാജശേഖരനെ വിട്ടു. രാജശേഖരൻ്റെ മരുന്ന് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ മഞ്ച്. ഈ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടല്ലോ, പെൺകുട്ടികളോട് എന്ത് ഇഷ്ടമാണല്ലേ. അവർക്ക് എന്തെങ്കിലും പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെയും പറ്റത്തില്ല. എന്നും ചോക്ലേറ്റ് ഇതേമാതിരി വാങ്ങിച്ചിട്ട് വരും. പണ്ട് രാജശേഖരന് ആക്സിഡൻറ്റ് പറ്റി ഹെഡ് ഇഞ്ചുറി വന്നപ്പോൾ ഉണ്ടല്ലോ, നെറ്റിയിൽ 2 ഹോൾ ഇട്ടിട്ടാണ് അന്ന് സർജറി ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നല്ല വലിയൊരു പാടായി. ഈ സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലത്തെ പാട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് ഡോക്ടർ ഒരു ക്രീം റെക്കമെൻഡ് ചെയ്തത്. അത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ക്രീമായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 700+ ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ അത് നമ്മൾ ഒരു 1 വീക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ട്യൂബ് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തതാണ്. പക്ഷേ ഭാഗ്യത്തിന് എന്തായാലും ആ പാടെല്ലാം പോയി ഓക്കെ ആയി. അന്നേരമാണ് എനിക്ക് അമലുവിൻ്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേന് ഡോക്ടറെ തന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഈ ക്രീം എടുത്തത്. പക്ഷേ ഇതിന് അത്രയും വിലയൊന്നുമില്ല കേട്ടോ. ഇതിന് ഏതാണ്ട് 190 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. ഇനി ഇത് ഇട്ടിട്ട് മാറിയില്ലെങ്കിൽ മറ്റേത് വാങ്ങിച്ച് നമുക്കിടാം. 1 മന്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ബൈ.